സ്റ്റുഡൻസ്, വെൽക്കം ടു കോഡ് ക്ലാസ്സസ്. അപ്പോൾ മക്കളെ, നമ്മൾ കഴിഞ്ഞ സെഷനിൽ ആരെക്കുറിച്ചൊക്കെ പഠിച്ചു? ഗൈനീഷ്യത്തെക്കുറിച്ച് പഠിച്ചു, പോളിനേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. പോളിനേഷനെ കുറിച്ചാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്തത്. അതിൻ്റെ എന്താ പറയുക കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് കഴിഞ്ഞ സെഷനിൽ വൈൻഡപ്പ് ചെയ്തത്. സോ ഈ ഒരു സെഷനിൽ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് സം ഓഫ് ദി ഏജൻറ്റ്സ് ഫോർ ഹെൽപ്പിംഗ് പോളിനേഷൻ. പോളിനേഷൻ നടത്താൻ വേണ്ടി സഹായിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരെക്കുറിച്ചാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. സോ യു റെഡി? അപ്പോൾ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണിത്. ഇത് നല്ല രീതിയിൽ പഠിക്കുക. ആൻഡ് ഓൾസോ എൻട്രൻസിന് നല്ല രീതിയിൽ ചോദിക്കുന്ന ഒരു ഭാഗം കൂടി തന്നെയാണ് ഈ ഒരു പാർട്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? റെഡി? സോ ഏജൻറ്റ്സ് ഓഫ് പോളിനേഷൻ എന്നൊരു ടോപ്പിക്കാണ് വി ആർ ഗോയിങ് ടു ഡീൽ നൗ. സോ എന്താണ് മക്കളെ ഏജൻറ്റ്? ആരൊക്കെയാണ് ഏജൻറ്റ്? സംബഡി ഈസ് ഇൻ്റർമീഡിയേറ്റിംഗ് തിങ് അല്ലേ. എനിക്കിപ്പോൾ ഒരു സാധനം മറ്റുള്ള സ്ഥലത്തേക്ക് എത്തിക്കാൻ ഐ വാണ്ട് ആൻ ഏജൻറ്റ് അല്ലേ. അപ്പോൾ ആ ഏജൻറ്റ് മേ ബി ഇറ്റ് ക്യാൻ ബി ത്രൂ പോസ്റ്റ് വഴിയാവാം, അല്ലെങ്കിൽ എന്താ പറയുക അനദർ ഓഫ് മെയിൽ അയക്കുന്ന എങ്ങനെയാണ് ഒരു ഏജൻറ്റ് വഴിയാണ് അല്ലേ. ഒരു വഴി, ഒരു വേ ഉണ്ടാവില്ലേ, അതാണ് ഈ ഏജൻറ്റ് എന്ന് പറയുന്നത്. അതിനെ എന്താ പറയുക ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരാളെ ഏൽപ്പിക്കില്ലേ, ഒരു ഏജൻറ്റ്, സംബഡി ഹൂ ഈസ് ഡൂയിങ് അല്ലേ. അതാണ് എന്ത് ഏജൻറ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെ നമ്മുടെ പോളിനേഷൻ്റെ കേസിൽ അങ്ങനെ കുറച്ച് ഏജൻറ്റ്സ് ഉണ്ട് മക്കളെ. അതായത് നമ്മുടെ പ്ലാന്റ്സ് അറിയാതെ നടക്കുന്ന കുറച്ച് ഏജൻറ്റ്സ് കൊണ്ടുണ്ടാവുന്ന പോളിനേഷൻ ഉണ്ട്. അതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. സോ റെഡി അല്ലേ? സോ വാട്ട് ആർ ദ ഏജൻറ്റ്സ് ഓഫ് പോളിനേഷൻ? അപ്പോൾ ഏജൻറ്റ്സ് എന്താണെന്ന് മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ റെഡി? നോക്കാം മക്കളെ. ഏജൻറ്റ്സ് ഓഫ് പോളിനേഷൻ മെയിൻലി രണ്ട് തരത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് എബയോട്ടിക് എന്നും രണ്ടാമത്തത് ബയോട്ടിക് എന്നും നമുക്ക് ഡിവൈഡ് ചെയ്യാം. ക്ലിയർ അല്ലേടാ? എബയോട്ടിക് എന്നും നമുക്ക് ഡിവൈഡ് ചെയ്യാം, ബയോട്ടിക് എന്നും നമുക്ക് ഡിവൈഡ് ചെയ്യാം. റെഡി? ഇനി ശ്രദ്ധിച്ചോ. എബയോട്ടിക്കിൽ നമുക്ക് എനിമോഫിലി, സ്പെല്ലിംഗ് നോക്ക്, എനിമോഫിലി എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക? ആനിമലാണോ? അല്ല. ഇതെന്താണ് മക്കളെ? ഇതെന്താണ്? ബൈ വിൻഡ് പോളിനേഷൻ ഡൺ ബൈ വിൻഡ് കൊണ്ടുണ്ടാകുന്ന പോളിനേഷനാണ് എനിമോഫിലി. ക്ലിയർ? മെയിൻലി കാണുന്നത് പാമ്പിൻ്റെ കേസിലൊക്കെയാണ്, പാമ്പിൻ്റെ. ഓക്കെ. ദെൻ വി ഹാവ് ഹൈഡ്രോഫിലി നിങ്ങൾക്കറിയാം പേര് പോലെ തന്നെ. ഹൈഡ്രോഫിലി എന്ന് പറയുമ്പോൾ എന്താടാ? വാട്ടർ കൊണ്ടുണ്ടാവുന്ന, വാട്ടറാണ് അതിൻ്റെ ഏജൻറ്റ്. റെഡി? അപ്പോൾ വാലിസിനേറിയൻ്റെ ഒക്കെ കേസിൽ നമുക്ക് പറയാൻ പറ്റും. റെഡി അല്ലടാ? ഇനി ശ്രദ്ധിച്ചോ. ബയോട്ടിക് ഇത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി പഠിക്കണ്ട, എന്നാലും ഈ പേര് ഇത് കറക്റ്റായിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. നോക്കടാ, ബൈ ഇൻസെക്ട്സ്, ബട്ടർഫ്ലൈ ആവാം, അങ്ങനെ ഫ്ലൈസ് ഒക്കെ ഇൻസെക്ട്സ് ഒക്കെ ആവുന്നതിന് നമ്മൾ എന്ത് പറയും? എൻറ്റമോഫിലി. ബൈ ഇൻസെക്ട്സ് ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എന്താണടാ? എൻറ്റമോഫിലി. റെഡി? ഇനി ബൈ ബേർഡ്സ് ആണെങ്കിലോ? ബേർഡ്സ് ആണെങ്കിൽ എന്ത് ചെയ്യിക്കും? നോക്കാം. ബേർഡ്സ് ആണെങ്കിൽ എന്താണ്? ഓർണിത്തോഫിലി അല്ലേ? ഓർണിത്തോഫിലി. റെഡി? ഇനി ബൈ ബാറ്റ് ആണെങ്കിലോ, വവ്വാൽ അല്ലെങ്കിൽ കടവാതിലാണെങ്കിലോ നമ്മൾ എന്താ പറയുക? ബൈ ബാറ്റ് ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എന്താണ്? ക്രിപ്റ്റോപ്റ്റെറോഫിലി. ഓക്കെ. റെഡി? ഇനി നോക്ക്, സ്നെയിലൊക്കെ പോലുള്ള ആളുകൾ ഉണ്ടാവില്ലേ. അപ്പോൾ അവർ ബൈ സ്നെയിൽസ് ആൻഡ് സ്ലഗ്സ്, സ്നെയിലിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ആളാണ് സ്ലഗ്സും. എന്താണ്? മെലൈക്കോഫിലി. റെഡി? ആൻഡ് ബൈ ആൻഡ്സ് ആണെങ്കിൽ നമ്മൾ മീറ് എന്നൊക്കെ പറയില്ലേ, റംബ്, റെഡ് കളർ ലാൻഡ്, ഈ മെയിൻലി റുബിയേസിയ മെമ്പേഴ്സ്, ഇക്സോറയിലൊക്കെ കാണുന്നത്. ആൻഡ്സിൽ എന്താണ്? മൈമർനിക്കോഫിലി ആണ്. മൈമർക്കോഫിലി. റെഡി? സോ entomophyli, ornithophyli, then cryptopterophyli, malicophily and
മെർമിക്കോഫിലി. അത് പേര് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ട്? അനിമോഫിലി ഉണ്ട്, അതേപോലെ തന്നെ ഹൈഡ്രോഫിലി ഉണ്ട്. ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ. നമുക്ക് സിലബസിൽ നമുക്ക് എൻറ്റിമോഫിലിനെ കുറിച്ചാണ് കൂടുതലായിട്ട് തന്നിട്ടുള്ളത്. ആൻഡ് യു ഹാവ് ടു ലേൺ അബൌട്ട് ദിസ്. ഓക്കെ, അതാരാണ് കോസ്റ്റീവ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോകണം. ഇമ്പോർട്ടൻ്റ്, ഇതൊന്ന് ശ്രദ്ധിച്ചോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെക്കണം. റെഡിയല്ലടാ? അപ്പോൾ നമുക്കിനി പാർട്സിലേക്ക് കടന്നാലോ, ഓരോന്നിലേക്ക് നമുക്ക് കടന്നു പോയാലോ? നിങ്ങൾ റെഡിയല്ലേ? റെഡി. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. മക്കളെ ശ്രദ്ധിച്ചോ, പ്ലാന്റ്സ് യൂസസ് ടു എബയോട്ടിക് ഏജന്റ് വിൻഡ് ആൻഡ് വാട്ടർ ഫോർ പോളിനേഷൻ. രണ്ട് ഏജന്റ്, എബയോട്ടിക് അല്ല, എബയോട്ടിക് എന്ന് പറയാൻ കാരണം എന്താണ്? നിങ്ങൾ വിചാരിക്കും അത് നാച്ചുറൽ അല്ലേ. സോ പക്ഷെ എന്താ പറയുക, അത് കുറച്ചും കൂടി എന്താ പറയുക, ഒരു ഇന്നോവേറ്റബിൾ ആയിട്ടുള്ളതെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. ബൈ വിൻഡ്, ബൈ വാട്ടർ, അതുപോലെയാണ് ഒരു ലൈഫ് ഉള്ള ഓർഗാനിസം എന്താ പറയുക പോളിനേഷൻ നടത്തുന്നത്? അല്ല. സോ എബയോട്ടിക്കിൻ്റെ കേസിൽ നമുക്ക് രണ്ട് രീതിയിലാണുള്ളത്, ബൈ വിൻഡും പിന്നെയോ വാട്ടറും. ബൈ വിൻഡും ബൈ വാട്ടറും. റെഡി? സോ വൺ ബയോട്ടിക് ഏജന്റ് ഫോർ പോളിനേഷൻ സച്ച് ആസ് ആനിമൽസ്. അടുത്തത് ഒന്ന് ബയോട്ടിക്കിന്റെ കേസിലാണെങ്കിൽ അത് ആനിമൽസിന്റെ. ബയോട്ടിക് നമുക്ക് ടോട്ടലി ആനിമൽ എന്ന് പറയാം. ആനിമൽസ് അതിൽ ബേർഡ്സ്, സ്നെയില്, ആൻഡ് എല്ലാവരും വരുന്നുണ്ട്, ഇൻസെക്ട്സ് ഒക്കെ വരുന്നുണ്ട്. എനിവേ, മെജോറിറ്റി ഓഫ് പ്ലാന്റ്സ് യൂസസ് ബയോട്ടിക് ഏജന്റ് ഫോർ പോളിനേഷൻ. മെജോറിറ്റി ഓഫ് പ്ലാന്റ്സ് ബയോട്ടിക് ഏജന്റ് വഴിയാണ് പോളിനേഷൻ. മെജോറിറ്റി ഓഫ് പ്ലാന്റ്സിൽ ബയോട്ടിക് ഏജന്റ് വഴിയാണ് പോളിനേഷൻ നടക്കുന്നത്. ഫ്യൂ പ്ലാന്റ് യൂസ് എബയോട്ടിക് ഏജന്റ്. അത് ആ പ്ലാന്റ് ഇങ്ങനെ വിളിക്കുന്നതല്ല, അത് നടന്നുകൊടുക്കുകയാണ് കേട്ടോ. അതങ്ങ് നടക്കുകയാണ്, അതിൻ്റെ ഓളത്തിൽ അങ്ങ് നടക്കുകയാണ്. ഇപ്പോൾ ഒരു പ്ലാന്റ് നല്ല രീതിയിൽ അതിൻ്റെ എന്താ പറയുക മൈക്രോസ്പോറോജൻസിസ് ഒക്കെ കഴിഞ്ഞ് പോളൻ ഗ്രെയിൻസ് ഒക്കെ ഇങ്ങനെ ഉഷാറായിട്ട് നിൽക്കുകയാണേ. ആ ടൈമിൽ പെട്ടെന്ന് ഒരു വിൻഡ് വന്നാൽ ഈ പ്ലാൻ ഇങ്ങനെ ഷേക്ക് ആകുമ്പോൾ ഈ കാറ്റത്ത് പോളൻ ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ എന്താടാ, മൈന്യൂട്ടായിട്ടുള്ള സ്റ്റിക്കി ആയിട്ടുള്ള സാധനമല്ലേ, യെല്ലോ പൗഡേഴ്സ് പോലത്തെ, അതങ്ങ് കാറ്റിലൂടെ അങ്ങ് പറന്നു. അത് നേരെ എന്താ പറയുക, നേരെ നമ്മുടെ എവിടത്തേക്ക് എത്തിയിട്ടുണ്ടാവും, സ്റ്റിഗ്മയിലേക്ക് എത്തുന്നുണ്ടെങ്കിലോ വേറൊരു പ്ലാനിൻ്റെ അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കും, അവിടെ ഫ്യൂഷൻ നടക്കും. അത്രേ ഉള്ളൂ. അതാണ് ഈ പ്രോസസ്സ് മെയിനായിട്ട് നമ്മൾ പറയുന്നത്. ക്ലിയർ? ഫ്യൂ പ്ലാന്റ്സ് യൂസ് എബയോട്ടിക് പോളിനേറ്റിംഗ് ഏജൻറ്റ്സ്. ക്ലിയർ അല്ലേ മക്കളെ? റെഡി അല്ലേ? ഇതിൽ ഔട്ടും കാര്യമൊന്നും ഇല്ലല്ലോ, സിമ്പിൾ അല്ലേ? റെഡി? ഇനി നോക്ക്, എനിമോഫിലി എന്ന് പറയുമ്പോൾ എന്താടാ, വിൻഡ് വെച്ചിട്ട് അല്ലേ പോളിനേറ്റിംഗ് ഏജന്റ് ആരാണ്? വിൻഡ്. അപ്പോൾ എനിമോഫിലി എന്ന് പറയുമ്പോൾ എന്താണ്? അത് വിൻഡ് ആയിരിക്കണം. അതെന്താണടാ? വിൻഡ് ആയിരിക്കണം. ക്ലിയർ? പ്ലാന്റ്സ് പ്രൊഡ്യൂസ് എനോറമസ് എമൗണ്ട് ഓഫ് പോളൻ when compared to number of ovules available for pollination to compensate uncertainties of pollination. അപ്പോൾ പോളിനേഷൻ്റെ ടൈമിൽ എന്താ പറയുക, നല്ല രീതിയിൽ ഇപ്പം എന്താ പറയുക കാറ്റ് വന്നിട്ട് എന്താ പറയുക ജസ്റ്റ് പ്ലാനിങ് നിൽക്കുമ്പോൾ അതിൻ്റെ പോളൻ ഗ്രെയിൻസ് ഇങ്ങനെ കാറ്റത്ത് വന്ന് അത് എന്താ പറയുക കാറ്റിലൂടെ പറന്ന് വേറൊരു പ്ലാനിലേക്ക് എത്തുന്നതാണ്. അതാണ് പോളിനേഷൻ മെയിനായിട്ട് നമ്മൾ പറയുന്നത്. സോ വെൻ പ്ലാന്റ് പ്രൊഡ്യൂസ് എനോറമസ് എമൗണ്ട് ഓഫ് പോളിങ് എനോറമസ് ആയിട്ട് എമൗണ്ട് ചെയ്യുന്നുണ്ട് കമ്പയർ ടു എന്താണ് ഒവ്യൂൾസ്, നമ്പർ ഓഫ് ഒവ്യൂൾസ് അവൈലബിൾ ഫോർ പോളിനേഷൻ. അപ്പോൾ എത്ര ഒവ്യൂൾസ് അവൈലബിൾ ആണെന്ന് ഒന്നും നോക്കലൊന്നുമില്ല, അവിടെ കാറ്റ് വരുമ്പോൾ അത് ജസ്റ്റ് മൂവ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു പ്രോസസ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് അൺസർട്ടനിറ്റീസ് ഓഫ് എന്താ പറയുക പോളിനേഷൻ, അവിടെ അൺസർട്ടനിറ്റീസ് ഉണ്ടാവും. കോമ്പൻസേറ്റ് ദ അൺസർട്ടനിറ്റീസ്. റെഡി? ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഇനിയിപ്പോൾ നമ്മുടെ കേസിലും ഇപ്പം നമ്മളിപ്പോൾ നടന്നു പോകുന്നതിന് ശേഷം നമ്മൾ നടന്നു പോകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു പൂവിനെ തട്ടി നമ്മുടെ ഹാൻഡിൽ ഇവിടെ എന്തെങ്കിലും പോളനായി, ഇനി നമ്മൾ തിരിച്ച് വരുമ്പോൾ വേറൊരു ഫ്ലവറിനെ തട്ടിയിട്ടുണ്ടെങ്കിൽ അത് പോളൻ ഗ്രെയിൻസ് ഉണ്ടെങ്കിൽ അത് അറ്റ് ടൈം ഓഫ് നല്ലൊരു ഫെർട്ടൈൽ പീരീഡ് ആണെങ്കിൽ അത് അവിടെ പോളിനേഷൻ നടക്കും. അപ്പം നമ്മളായിരിക്കും അതിൻ്റെ ഏജൻസ്. ക്ലിയർ അല്ലേ? ആനിമൽസ്. റെഡി? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കാൻ മക്കളെ, സിമ്പിളായിട്ട് ടോപ്പിക്കാടാ. ഇനി ശ്രദ്ധിച്ചോ, ഫ്ലവേഴ്സ് വിത്ത് വെൽ എക്സ്പോസ്ഡ് സ്റ്റേമെൻസ്, large featherly stigma to trap airborne pollen grains. Most wind pollinated flower contains എന്താണ്? Single ovule in one ovary and numerous flower packed in an inflorescence. അതാണ് അതിൻ്റെ ഒരു കണ്ടീഷനിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്. മോസ്റ്റ് വിൻ പോളിനേറ്റഡ്, എല്ലാ വിൻ പോളിനേറ്റഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് കണ്ടെയ്ൻ എന്താണ്? സിംഗിൾ ഒവ്യൂൾ ഇൻ വൺ ഓവറി ആൻഡ് ന്യൂമറസ് ഫ്ലവേഴ്സ് ഇൻ എന്താ പറയുക ഇൻഫ്ലോറസൻസിൽ.
എക്സാമ്പിൾ ആയിട്ട് കോണിന്റെ എക്സാമ്പിൾ കോംബ്. പോളൻ ഗ്രെയിൻസ് ആർ ലൈറ്റ് ആൻഡ് നോൺ സ്റ്റിക്കി. അവർ വിൻ പോളിനേറ്ററിന് വഴി ഉണ്ടാകുന്ന പോളിനേഷൻ്റെ കേസിൽ പോളൻ ഗ്രെയിൻസ് എന്തായിരിക്കും? ലൈറ്റ് ആയിരിക്കും, അതേപോലെ തന്നെ നോൺ സ്റ്റിക്കി ആയിരിക്കും. ലൈറ്റും ആൻഡ് നോൺ സ്റ്റിക്കി. സ്റ്റിക്ക് ആണെങ്കിൽ എവിടെയെങ്കിലും ഒട്ടിപ്പിടിക്കൂലേ? ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, നോൺ സ്റ്റിക്കും ആണ്. അതുകൊണ്ട് ഇങ്ങനെ പാറി നടക്കും. ക്ലിയർ അല്ലേ? സോ ഫ്ലവേഴ്സ് വിത്ത് വെൽ എക്സ്പോസ്ഡ് സ്റ്റേമെൻസ് ലാർജ് ആണ്, പിന്നെ ലാർജ് ഫെദർലി സ്റ്റിഗ്മയാണ് ടു ട്രാപ്പ് എയർബോൺ പോളൻ ഗ്രെയിൻസ്. ഓക്കെ, ലാർജ് എന്താണ്? ഫെദറി സ്റ്റിഗ്മയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഹെയർസ് പോലെ ആയിട്ട്. കാരണം ഇങ്ങനെ കാട്ടി തരുമ്പോൾ ഇങ്ങനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കോൺസെപ്റ്റ് ക്ലിയർ അല്ലടാ? റെഡി അല്ലേ? ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ. ഇതൊരു കണ്ടീഷൻ നിങ്ങൾ കണ്ടോ? ഈ ഒരു ഹെയറി പോലത്തെ ഉണ്ടോ? ഇതാ ഹെയർസ് പോലെ ഉണ്ടാവും, ഇവിടെ ഇങ്ങനെ ഹെയർസ് ഉണ്ടാവും അല്ലേ? ഇങ്ങനെ പോളൻസ് വിൻഡിൻ്റെ ടൈമിൽ ഇങ്ങനെ പോളൻസ് ഇങ്ങനെ വരും. ഓക്കെ, കാര്യത്തിൽ ഇങ്ങനെ പോളൻസ് ഇങ്ങനെ പാറാണേ. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ പോളൻസ് ഇങ്ങനെ പോയി വേറെ ഫ്ലവറിലേക്ക് പോകണേ. അപ്പോൾ ഇതൊക്കെ വന്നിങ്ങനെ ട്രാപ്പ് ചെയ്തു, ഈ പോളൻസ് ഒക്കെ ഇങ്ങനെ ട്രാപ്പ് ചെയ്ത് നേരെ പോയി ഫെർട്ടിലൈസേഷൻ നടക്കേണ്ട ഒരു കണ്ടീഷനിലേക്ക് എത്തുന്നുണ്ട്. ക്ലിയർ മക്കളെ? ഇതാണ് ഇതിൻ്റെ ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിളായിട്ട് പറയുന്നത്. ക്ലിയർ? റെഡി? ഇനി നോക്ക്, ഹൈഡ്രോഫിലിക് എന്ന് പറയുമ്പോൾ എന്താണ് ഹൈഡ്രോഫിലി എന്ന് നമ്മൾ പറയുന്നത്? വാട്ടർ ലെയറിൻ്റെ ഏജൻറ്റ്. പോളിനേഷൻ ബൈ അബയോട്ടിക് ഏജൻറ്റ് ലൈക്ക് വാട്ടറാണ്. ഹൈഡ്രോ എന്ന് തന്നെ കേൾക്കുമ്പോൾ നമുക്കറിയാം അത് വാട്ടർ ആണ് അതിൻ്റെ ഏജൻറ്റ് എന്ന് നമുക്ക് അറിയാം. ക്ലിയർ? അപ്പോൾ നോക്ക്, ദിസ് ടൈപ്പ് ഓഫ് പോളിനേഷൻ ഈസ് വെരി റെയർ. അത് വെരി റെയർ ആണ്, റെയർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. And about 30 genera mostly in monocot. ഏകദേശം 30 genera type of pollination is very rare and about 30 genera മാത്രമാണത് നടന്നിട്ടുള്ളത്. ആൻഡ് ഓൾസോ മോസ്റ്റ്ലി എന്താണത്? അപ്പോൾ എന്താണെടാ മോസ്റ്റ്ലി ചോദിക്കും, എക്സാമ്പിൾ ചോദിക്കും, മോണോകോട്ട് ആയിരിക്കും. ആരുടെ കേസ് നമ്മളിപ്പോൾ പറയുന്നത്? ഹൈഡ്രോഫൈലിൻ്റെ അല്ലേ മക്കളെ? വാലിസിനേറിയ, ഹൈഡ്രില്ല, സോസ്റ്ററ ആർ ദ കോമൺ എക്സാമ്പിൾ ഓഫ് ഹൈഡ്രോഫിലിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ പറയുന്നത്. വാലിസിനേറിയ ഇമ്പോർട്ടൻ്റ് ആണ്, ഹൈഡ്രില്ല, സോസ്റ്ററ ആർ ദ കോമൺ എക്സാമ്പിൾ ഓഫ് ഹൈഡ്രോഫിലി. ക്ലിയർ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് സിമ്പിൾ അല്ലേ? അധികം ഭയങ്കര വലിയ ടോപ്പിക്സ് ഒന്നും അല്ലല്ലോ. റെഡി? ഇനി നോക്ക്, ഓൾ അക്വാറ്റിക് പ്ലാന്റ്സ് ആർ നോട്ട് ഹൈഡ്രോഫിലി. എല്ലാ അക്വാറ്റിക് പ്ലാന്റ്സ് എന്താ അവിടെ ശ്രദ്ധിക്കണം. എല്ലാ അക്വാറ്റിക് പ്ലാന്റ്സും ഹൈഡ്രോഫിലാന്ന് ചോദ്യം വന്നാൽ നിങ്ങൾ എന്താ എഴുതുക? നോ. All aquatic plants are not hydrophily. Ready? Pollen grains release into the surface of water and carried out to stigma by air current as in Vallisneria. വാൽസിനേറിയൻ്റെ കേസിൽ ഹൈഡ്രോഫിലിയ നടക്കാന്ന് പറയുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? അത് അതിൻ്റെ എന്താ പറയുക, പോളൻ ഗ്രെയിൻസ് വാട്ടറിൻ്റെ സർഫേസിലേക്ക് വെച്ച് എന്താ പറയുക പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അറ്റ് ദ ടൈം കാറ്റത്ത് വിൻഡ് വഴിയും അത് നടക്കാൻ ചാൻസ് ഉണ്ട്. Okay, in seagrass the flowers remained unsubmerged. സീഗ്രാസിലൊക്കെ ഫ്ലവേഴ്സ് റിമെയിൻസ് എന്താണ്? അൺസബ്മേർജ്ഡ് ആയിരിക്കണം നിൽക്കുന്നുണ്ട്. അപ്പം നടക്കാൻ ചാൻസും കുറവായിരിക്കും. റെഡി അല്ലടാ? കോൺസെപ്റ്റ് സിമ്പിൾ അല്ലേ? നമുക്ക് പോളൻ ഗ്രെയിൻസ് ആരുടെ കേസിലാണ് ഇപ്പോൾ പറയുന്നത്? ഹൈഡ്രോഫിലിൻ്റെ കേസിലാണ്. അവിടെ എങ്ങനെയാണ് പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുക? അവിടെ കേസിൽ പോളൻ ഗ്രെയിൻസ് ആർ ലോങ്, റിബൺ ലൈക്ക് ആൻഡ് ക്യാരിഡ് പാസീവ്ലി ഇൻസൈഡ് ദ വാട്ടർ. എന്താ പറയുക? ഇൻസൈഡ് ദ വാട്ടറിൽ പാസീവ്ലി ഇങ്ങനെ വാട്ടറിൻ്റെ സ്ട്രീം കറണ്ട് പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. പോളൻ ഗ്രെയിൻസ് ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം വെറ്റിംഗ് ബൈ മ്യൂസിലേജിനസ് കവറിങ്. അതിന് വെറ്റിംഗ് ആവാതിരിക്കാൻ ഒരു മ്യൂസിലേജിനസ് കവറിങ് അവിടെ പ്രൊവൈഡഡ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചുകൂടെ, നേച്ചർ എത്ര വലിയ കാര്യങ്ങളാണ്. നിങ്ങൾ ഓരോരോ സിംഗിൾ മെക്കാനിസത്തിന് വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുക. അത്രയും എന്താ പറയുക, നമ്മൾ ബയോളജി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്രയും കൂടി ഇതാവാൻ കാരണം ഇതൊക്കെ തന്നെയാണ്. അത്രയും ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു വേൾഡാണ് ബയോളജിക്കൽ വേൾഡ് എന്ന് പറയുന്നത്. ഇവൺ ഇൻ കേസ് ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സിൻ്റെ കേസ് എസ്പെഷ്യലി പറയാനുള്ളത്. കാരണം ഓരോരോ കാര്യങ്ങൾ, ബിക്കോസ് ഇവിടെ നിങ്ങൾ ആലോചിച്ച് പ്ലാന്റ്സിന് ദേ ഡോണ്ട് ഹാവ് എനി പ്രോപ്പർ ഐഡിയ ഫോർ ദർ ഗ്രോത്ത് അല്ലേ? അവർ ഈ ഓളത്തിനങ്ങ് വളർന്നു പോവാണ്. അതിൻ്റെ കാറ്റഗറൈസ് നമുക്കറിയാം. പ്ലാന്റ് കിങ്ഡത്തിന് എത്ര കാറ്റഗറി? 5 കാറ്റഗറിയിൽ അത് പോയ ആളുകളാണ് ഈ പ്ലാന്റ്സ്. അതിൻ്റെ കേസിൽ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസിന് പോലും അത്രയും തരം എന്താ പറയുക മെറ്റബോളിക് ആക്ടിവിറ്റി റിയാക്റ്റീവാണ്. അത്രയും എന്താ പറയുക നല്ല രീതിയിൽ കൺവേർജൻ്റ് ആയിട്ടുള്ള ഒരു ആൾ തന്നെയാണ് അല്ലേ പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ പോളൻ അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള പോളന് വരെ എന്തുണ്ട്? പ്രൊട്ടക്ട് ഫ്രം വെറ്റിംഗ് ആവാതിരിക്കാൻ, നാച്ചുറൽ മെക്കാനിസം വെറ്റിംഗ് ആവാതിരിക്കാൻ അതിന് മ്യൂസിലേജിനസ് കവറിങ് പ്രൊവൈഡഡ് ആണ്. അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യത്തിൽ വരെ നേച്ചർ കോൺഷ്യസ് ആണ്.
റെഡി. പോളിനേഷൻ ബൈ വാട്ടർ ഇൻ വാൽസിനേറിയ. വാൽസിനേറിയയിൽ വാട്ടറിൻ്റെ പോളിനേഷൻ വഴി നോക്കുക നിങ്ങൾ. മെയിൽ ഫ്ലവർ ഉണ്ട് അവിടെ, അതിന് പോളൻ ഗ്രെയിൻസ്, പിന്നെ അതിൻ്റെ ഫീമെയിൽ ഫ്ലവർ. അതിങ്ങനെ ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ പോകുമ്പോൾ, ഐ മീൻ എന്താ പറയുക, വാട്ടർ കറൻറ്റിലൂടെ പോകുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് തട്ടും ആൻഡ് സ്റ്റിഗ്മയിലേക്ക് അതിൻ്റെ എന്താ പറയുക പോളൻസ് വന്നിട്ട് മിക്സ് ആവും ആൻഡ് അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കും. മിക്സ് ആവുന്നല്ല, പാസ് ചെയ്യും എവിടത്തേക്ക്, ഓവറിലേക്ക്. റെഡി. ഇനി നോക്ക്, പോളിനേഷൻ ബൈ ഇൻസെക്ട്സ് ഇസ് കോൾഡ് എന്താണ്? എൻറ്റമോഫിലി. എൻറ്റമോഫിലിയിലെ പോളിനേഷൻ ബൈ ആരാണ്? ഇൻസെക്ട്സ്. ക്ലിയർ അല്ലേ? നമുക്കറിയാം ഇൻസെക്ട്സ് വഴിയാണ്. അതായത് ഇപ്പോൾ ഈ പൂമ്പാറ്റയുടെ കേസിൽ ഇതിങ്ങനെ ഇവിടെ നിന്ന് ഒരു പൂവിലേക്ക് ഇരുന്നു. അപ്പോൾ നോക്ക്, ഇരുന്ന ടൈമിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചോ, ഇരുന്ന ടൈമിൽ എന്താണ് ഉണ്ടായേ? ഇരുന്ന ടൈമിൽ നോക്കടാ, ഇരുന്ന ടൈമിൽ ഇവിടെ നിന്ന് കുറച്ച് പോളൻ ഗ്രെയിൻസ് ഉണ്ട്. പോളൻ ഗ്രെയിൻസ് അതിൻ്റെ കാലുമേലൊക്കെ ഇങ്ങനെ പറ്റുന്നിട്ടുണ്ട്. എടാ ഈ പൂമ്പാറ്റ പിന്നീട് വേറൊരു ഫ്ലവറിലേക്ക് പോകുന്നു. വേറൊരു ഫ്ലവറിലേക്ക് അത് ആ പൂമ്പാറ്റ പോകുന്നുണ്ട്. വേറൊരു ഫ്ലവറിലേക്ക് ആ പൂമ്പാറ്റ പോകുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഈ പൂമ്പാറ്റ ഇതാ ഇവിടെ വന്ന് ഈ പൂമ്പാറ്റ ഈ ഫ്ലവറിന് നമ്മൾ ഇരുന്ന ടൈമിൽ എന്താ സംഭവിക്കാന്ന് അറിയാം നിങ്ങൾക്ക്? ഈ ഫ്ലവറിൻ്റെ മുകളിൽ വന്നിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? എടാ അതിൻ്റെ പോളൻ ഗ്രെയിൻസ്, അതിൻ്റെ കാലിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന പോളൻ ഗ്രെയിൻസ് അത് നേരെ ഈ ഫ്ലവറിൻ്റെ മുകളിലേക്ക് വീഴും. എന്നിട്ട് അതിങ്ങനെ പാസ് ചെയ്യും. അല്ലേ മക്കളെ? ഈ ഒരു മെക്കാനിസമാണ് ആര് എക്സിബിറ്റ് ചെയ്യുന്നത്? നമ്മളെ ആനിമൽസ്, അഥവാ ഇൻ കേസ് ഓഫ് ഇൻസെക്ട്സ്. ഇവിടെ നമ്മൾ ഇൻസെക്ട്സിൻ്റെ കേസ് പറയുമ്പോൾ ഇവരിങ്ങനെയാണ് എക്സിബിറ്റ് ചെയ്യുന്നത്. എന്ത് അടിപൊളി മെക്കാനിസമാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പോൾ എൻറ്റമോഫിലി. ക്ലിയർ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് സെറ്റ് അല്ലടാ? റെഡി. All events from deposition of pollen grains on stigma and entry of pollen tube into ovule, pollen pistil interaction ആണ് അവിടെ ഉണ്ടാകുന്നത്. അവരെന്താ നമ്മൾ പറയുന്നത്? പോളൻ പിസ്റ്റിൽ ഇൻട്രാക്ഷൻ. നമുക്ക് പഠിക്കാം. ഒന്നുമില്ല, ഈ ഒരു ഇവൻറ്റ് അതായത് പോളനും പിസ്റ്റിലും തമ്മിൽ ഇൻട്രാക്ഷൻ, അതായത് സ്റ്റിഗ്മ, അത് ആന്തർ ടു സ്റ്റിഗ്മ അല്ലടാ. അപ്പോൾ നോക്ക് നിങ്ങൾ, ഇവൻറ്റ്സ് ഡെപ്പോസിഷൻ ഓഫ് പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലേക്ക് എത്തി. അവിടുന്ന് പിസ്റ്റിലും സ്റ്റിഗ്മയും പോളനും പിസ്റ്റിലും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഉണ്ട്. ആ ഒരു എൻട്രി ഓഫ് അതായത് എൻട്രി ഓഫ് പോളൻ ട്യൂബിൽ നിന്ന് ഇൻ ടു ദ ഒവ്യൂൾ. പോളൻ ട്യൂബിലൂടെ പോളൻ എന്താ പറയുക ഒവ്യൂളിലേക്ക് എത്തുന്ന ഒരു ഇൻട്രാക്ഷൻ. അതായത് നമ്മളെ പോളൻ ഗ്രെയിൻസ് അവിടെ സ്റ്റിഗ്മേനെ അവിടെ എത്തി. ഓക്കെ, അത് നേരെ എന്തായടാ പോളൻ ട്യൂബിലൂടെ എവിടെ എത്തുന്നുണ്ട്? നമ്മുടെ ഒവ്യൂളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ആ ടൈമിൽ ഈ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവും അല്ലേ? ഈ ഒരു കംപ്ലീറ്റ് ഇൻട്രാക്ഷൻ എന്ന് പറയും നമ്മളെ പോളൻ പിസ്റ്റിൽ ഇൻറ്ററാക്ഷൻ. കഴിഞ്ഞു ടോപ്പിക്ക്. സിമ്പിൾ അല്ലടാ? റെഡി. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കമ്പാറ്റബിൾ, അതായത് സെയിം സ്പീഷീസ് അല്ലെങ്കിൽ ഇൻകമ്പാറ്റബിൾ അല്ലെങ്കിൽ അതർ സ്പീഷീസ് പോളൻ ഗ്രെയിൻസ് ബൈ സ്റ്റിഗ്മ. ഐഡൻറ്റിഫിക്കേഷൻ നടക്കുന്നുണ്ട്. മെയിനായിട്ട് ഐഡൻറ്റിഫിക്കേഷൻ അത് പ്രൊവൈഡ് നടക്കും. റെഡി. നോക്ക്, എ ഡൈനാമിക് പ്രോസസ് ഇൻവോൾവിങ് ഇൻ റീഓർഗനൈസേഷൻ ഓഫ് ഫോളോഡ് ബൈ പ്രൊമോഷൻ ഓർ ഇൻഹിബിഷൻ ഓഫ് ദി പോളൻ. അവിടെ ഐഡൻറ്റിഫിക്കേഷൻ നടക്കുന്ന കാര്യം കെമിക്കൽ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ പോളനും സ്റ്റിഗ്മയും. അതാണ് അതിൻ്റെ റീസൺ. അതായത് ഡൈനാമിക് പ്രോസസ് ഇൻവോൾവിംഗ് ദ റെക്കഗ്നൈസേഷൻ ഓഫ് ഫോളോഡ് പ്രൊമോഷൻ എന്നൊക്കെ പറയില്ലേ, പ്രൊമോഷൻ ആൻഡ് ഇൻഹിബിഷൻ ഓഫ് ദി പോളൻ. അതിൻ്റെ ഇൻഹിബിഷനും അതിൻ്റെ ഇതിൻ്റെ വേണ്ടി പ്രൊമോഷനൊക്കെ പ്രൊമോട്ടിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റീസൺ മെയിനായിട്ട് അതിൻ്റെ കെമിക്കൽ ഇൻട്രാക്ഷൻ ആണ്. നിങ്ങൾക്ക് വേണ്ട എന്നാൽ ഞാൻ പറഞ്ഞതാണ്. കമ്പാറ്റബിൾ പോളൻ ആക്സെപ്റ്റഡ് ബൈ സ്റ്റിഗ്മ ഇനീഷ്യേറ്റ്സ് പോസ്റ്റ് പോളിനേഷൻ ഇവൻറ്റ്സ്. ഇനി ഇത് എന്താ പറയുക, അവർ നോക്കും, നമ്മുടെ പിസ്റ്റിൽ നോക്കും, ഈ പോളൻ ഗ്രെയിൻസ് മതിയോ, ഇവർ കൊള്ളാം എന്നാ എടുക്കാം, എന്നാൽ സ്വീകരിക്കുള്ളൂ. അല്ലെങ്കിൽ ദേ ഡിഡ്ന്റ് ലൈക്ക് ദാറ്റ് മീൻസ് അവോയ്ഡ് ചെയ്യും. അത് നടക്കില്ല. അത് എന്തെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ വന്ന് അത് തന്നെ ബ്ലോക്ക് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ ഓർത്താൽ മതി. ഇനി നമുക്ക് ഔട്ട് ബ്രീഡിങ് ഡിവൈസസിനെ കുറിച്ച് പഠിക്കണം. എന്താണ് ഔട്ട് ബ്രീഡിങ് ഡിവൈസസ്? നിങ്ങൾ ആലോചിച്ചു, ഔട്ട് ബ്രീഡിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ബ്രീഡിങ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ
അതെ, അവിടെ ഒരു മെക്കാനിസം നടക്കുന്നുണ്ട്. എന്താണ് കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം മക്കളെ. Outbreeding devices are mechanisms which are followed and adapted by plants in order to prevent എന്തിനു വേണ്ടിയിട്ട്? സെൽഫ് പോളിനേഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവുന്ന ഒരു മെക്കാനിസമാണ് ടു പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ. ഇതിനെ നമ്മൾ എന്ത് വിളിച്ചു മക്കളെ? എന്താ നമ്മൾ വിളിക്കുന്നത്? ഔട്ട്ബ്രീഡിങ് മെക്കാനിസം. അപ്പോൾ കുറേ ഡിവൈസസ് എന്ന രീതിയിൽ നമുക്ക് പറയാനുണ്ട്. ഡിവൈസസ് ഒന്നുമല്ല, പക്ഷേ നമ്മൾ പ്ലാന്റ്സിന്റെ കേസിൽ അതിങ്ങനെ അതിലൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് ഓരോന്നിനെ കുറിച്ച് പറയാം. അത് നമുക്ക് ഡിസ്കസ് ചെയ്തൊന്ന് പോവാം. റെഡി? നോക്കാം. ഒന്ന്, യൂണിസെക്ഷുവാലിറ്റി. എന്താണ് യൂണിസെക്ഷുവാലിറ്റി എന്ന് പറയുമ്പോൾ? The plant may be unisexual, which means it may exhibit either male or female. ഏതെങ്കിലും either male, ഒന്നിക്കില്ലെങ്കിൽ മെയില് അല്ലെങ്കിൽ ഫീമെയിൽ. അപ്പം ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത് കൊണ്ട് എന്താണ് അവിടെ സെൽഫ് പോളിനേഷൻ നടക്കില്ല. സിമ്പിൾ. അതാണ് യൂണിസെക്ഷുവാലിറ്റി. ക്ലിയർ അല്ലടാ? റെഡി? ഇനി ഡൈക്കോഗമി നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. ഇറ്റ്സ് എ മെക്കാനിസം. ദ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദി ആന്തർ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് സ്റ്റിഗ്മ മെച്യൂർസ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്, therefore avoid സെൽഫ് പോളിനേഷൻ. അതായത് രണ്ടും ഉണ്ട് അവിടെ. മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. പക്ഷെ എന്താണ്? മെയിലടക്കം ആദ്യം മെച്യൂർ ആവും, ഫീമെയില് മോർ ടൈം എടുക്കും. അതുകൊണ്ട് എന്താണ്? ഇതിൻ്റെ ഒരു ഫെർട്ടൈൽ പീരീഡ് കഴിയുമ്പോഴത്തേക്കും ഇത് മെച്യൂർ ആവുള്ളൂ. അപ്പോഴത്തേക്കും അവിടെ സെൽഫ് പോളിനേഷൻ നടക്കില്ല. പാപം, സെൽഫ് പോളിനേഷൻ നടക്കില്ല. റെഡി? അത് തിരിച്ചു ആവാം കേട്ടോ, ഇങ്ങോട്ടോ. അതാണ് ഡൈക്കോഗമി എന്ന് പറഞ്ഞ കണ്ടീഷൻ. പേരെന്താണ്? ഡൈക്കോഗമി. എന്താണ് പേര്? ഡൈക്കോഗമി. ക്ലിയർ? സെൽഫ് സ്റ്റെറിലിറ്റി. ശ്രദ്ധിച്ചോ? The gene in the female reproductive part of the flower which will recognize എന്താണ്? The gene present in pollen grain of the same plant prevents fertilization and result in self sterility. അപ്പോൾ അതങ്ങനെ ഉണ്ടായാൽ തന്നെ ചില ജീൻസ് ഒരേപോലുള്ള ജീൻസ് ഉണ്ടായാൽ തന്നെ സെൽഫ് സ്റ്റെറൈൽ ആവും. അതിന് പിന്നീട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഉണ്ടാകുന്നുണ്ട്. The gene in the female reproductive part of the flower which recognize the gene present in the pollen grain of the same plant, ആ രണ്ട് ജീൻ ഉണ്ടെങ്കിൽ പ്രിവെൻറ്റ്സ് ദ ഫെർട്ടിലൈസേഷൻ ബിക്കോസ് ദാറ്റ് റിസൾട്ട് ഇൻ എന്താണ്? സെൽഫ് സ്റ്റെറിലിറ്റിക്ക് വിധേയമാവും. ആ സെൽഫ് പോളിനേഷൻ നടന്നാൽ. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യും. റെഡി? ഇനി ഹെർക്കോഗമി എന്ന് പറഞ്ഞൊരു ടേം നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് ആവശ്യമില്ല, എന്നാൽ നിങ്ങൾ അറിഞ്ഞു വെക്കണം കേട്ടോ. എന്താണ്? ദ നാച്ചുറൽ ബാരിയേഴ്സ് പ്രിവെൻറ്റ് ദ പോളൻ ഓഫ് ദ സെയിം ഫ്ലവർ ടു പോളിനേറ്റ് ഓവർ ദ സെയിം ഫ്ലവർ. ഒരു നാച്ചുറൽ ബാരിയേഴ്സ് ഉണ്ട്. അത് എന്തോ ആവാം. നാച്ചുറൽ ബാരിയേഴ്സ് മേ ബി ഒരു ലീഫോ അല്ലെ എന്തെങ്കിലും ഒരു ബാരിയർ ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്ന രീതിയിൽ ഉണ്ടെങ്കിൽ അതിനെ ഹെർക്കോഗമി എന്ന് നമുക്ക് പറയും. ഹെർക്കോഗമി. ക്ലിയർ അല്ലടാ? ഹെർക്കോഗമി എന്ന് നമുക്കതിനെ വിളിക്കാം. റെഡി? നോക്ക്. ഹെട്രോസ്റ്റൈലി എന്ന് പറയുമ്പോൾ എന്താണ്? The anther and stigma are present at different levels of the flower which prevent pollination and fertilization. രണ്ട് ലെവലിലിരിക്കും. അതായത് എന്തെങ്കിലും അതിൻ്റെ സ്ട്രക്ചറലി എന്താണെന്ന് പറയാം, കുറച്ചും കൂടി നീണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടുള്ളത് മറ്റേത് കുറച്ചും കൂടി താഴ്ന്നിട്ടായിരിക്കാം. ഡിഫറെൻറ്റ് ലെവൽസിലിരിക്കും. ഏകദേശം എന്താ പറയുക, എത്താൻ പറ്റാത്തൊരു കണ്ടീഷനിലിരിക്കും. അങ്ങനത്തെ കണ്ടീഷനിലാണ് നമ്മൾ ചില ലോങ് ഏരിയൽ ഫ്ലവേഴ്സിലൊക്കെ അതിൻ്റെ കണ്ടീഷൻസ് ഉണ്ടാവും. അവിടെ ഹെട്രോസ്റ്റൈലി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ. അപ്പോൾ സെൽഫ് പോളിനേഷൻ അവിടെ നടക്കുന്നുണ്ടാവില്ല. റെഡി? ഇനി പോളൻ എന്താണ്? പ്രീപൊട്ടൻസി. അതായത് ഒന്നുമില്ല, ദ പോളൻ ഓഫ് ദി ഡിഫറെൻറ്റ് ഫ്ലവർ ജെർമിനേറ്റ് ഫാസ്റ്റർ ദാൻ പോളൻ ഓഫ് ദി സെയിം ഫ്ലവർ, ദസ് പ്രിവെന്റിംഗ് സെൽഫ് പോളിനേഷൻ. പോളൻ ഓഫ് ദി ഡിഫറെൻറ്റ് ഫ്ലവർ ജെർമിനേറ്റ് ഫാസ്റ്റർ ദാൻ പോളൻ ഓഫ് ദി സെയിം ഫ്ലവർ. അതായത് ഡിഫറെൻറ്റ് ഫ്ലവറിന് പെട്ടെന്ന്, അതായത് ഒന്നുമില്ല, ഒരു പ്ലാന്റിൽ രണ്ടും ഉണ്ടെന്ന് വിചാരിക്കാം, മീൻസ് മെയിലും ഫീമെയിലും ഉണ്ടെന്ന് വിചാരിക്കാം. അതിൻ്റെ പോളൻ ഗ്രെയിന് താഴേക്ക് വീണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ തന്നെ വേറൊരു പ്ലാന്റിൻ്റെ പോളൻ ഗ്രെയിൻസ് വന്നിട്ട് അവിടെ വീണിട്ട് പെട്ടെന്ന് തന്നെ എന്തുണ്ടാവും? ജെർമിനേഷൻ നടക്കും. അപ്പോൾ ഇവർ ലേറ്റ് ആകും. സെയിം ഫ്ലവറിലാകുമ്പോൾ ലേറ്റ് ആകും. അപ്പോൾ എന്തുകൊണ്ടാണ് അത് ലേറ്റ് ആകുന്നത് കൊണ്ട് തന്നെ സെൽഫ് പോളിനേഷൻ അവിടെ നടക്കുന്നില്ല. ക്ലിയർ അല്ലേ? അതാണ് പോളൻ പ്രീപൊട്ടൻസി. ക്ലിയർ അല്ലടാ? റെഡി? ഇനി നോക്ക്. പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ നമുക്കറിയാം. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ. ആ ഇൻട്രാക്ഷനും ഒന്നും കൂടി സാർ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്.
ജെർമിനേഷൻ, അതായത് ഫോർമേഷൻ ഓഫ് പോളൻ ട്യൂബ് ത്രൂ ജേം പോർ, കണ്ടന്റ് മൂവ് ടു പോളൻ ട്യൂബ് ത്രൂ സ്റ്റിഗ്മ സ്റ്റൈൽ ആൻഡ് റീച്ചസ് ഓവർ. ഇങ്ങനെയാണ് എത്തുന്നത്. റെഡി. ഇനി പോളൻ ഗ്രൈൻസ് 2 സെൽഡ് കണ്ടീഷൻ ഉണ്ടാവും. ഒരു വെജിറ്റേറ്റീവ് സെല്ലും ഉണ്ടാവും, അതിന് ഒരു ജനറേറ്റീവ് സെല്ലും ഉണ്ടാവും. നമ്മൾ പഠിച്ചതാണ്. റെഡി. എക്സാം ഇൻറ്റൻറ്റൊക്കെ കേസിൽ നമ്മൾ ഡീറ്റെയിൽ പഠിച്ചാണ്. ദ ജനറേറ്റീവ് സെൽ ഡിവൈഡ്സ് ആൻഡ് ഫോംസ് 2 മെയിൽ ഗാമീറ്റ്സ് ഡ്യൂറിങ് ദ ഗ്രോത്ത് ഓഫ് പോളൻ ട്യൂബ് ഇൻ സ്റ്റിഗ്മ. റെഡി അല്ലടാ? അതായത് പോളൻ ഗ്രൈൻസിൻ്റെ കേസിൽ നമ്മൾ പറയാം, നമ്മൾ ഡിസ്കസ് ചെയ്താണിത്. ദ ജനറേറ്റീവ് സെൽ ഡിവൈഡ്സ് +1 നമ്മൾ ഡിസ്കസ് ചെയ്താണ് കംപ്ലീറ്റ്ലി. ഓർമ്മ ഉണ്ടോ? റെഡി. divides and forms 2 male gametes during the growth of pollen tube and stigma. ഇതിൻ്റെ ഫസ്റ്റ് പാഠത്തിൽ നമ്മൾ കുറച്ചും കൂടി പറയുകയും ചെയ്തിട്ടുണ്ട്. റെഡി അല്ലടാ? റെഡി. ഇനി 3 celled condition of pollen tubes carry 2 male gametes. പിന്നീട് 2 male gametesനെ അവർ കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതിൽ ശ്രദ്ധിച്ചോ, പോളൻ ട്യൂബ് ആഫ്റ്റർ റീച്ചിങ് ദ ഓവറി എൻറ്റേഴ്സ് ദ ഒവ്യൂൾ ത്രൂ മൈക്രോഫെയർ ആൻഡ് ദെൻ എൻറ്റേഴ്സ് വൺ ഓഫ് ദം ടു സൈനർജിഡ്സ്. ഇൻട്രാക്ഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ് ബ്രീഡിംഗ് ഫോർ സുപ്പീരിയർ ഡെവലപ്മെൻറ്റ്. അതായത് ഒവ്യൂളിലേക്ക് എത്തി ഓരോ ഗാമീറ്റ്സ് ഓരോ സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഇത്ര സിമ്പിളാണ്. ഒന്നുമില്ല, നമ്മൾ ഒവ്യൂളില്ലേ, നമ്മളിങ്ങനെ വരച്ചില്ലേ, ഇങ്ങനെ വരച്ചില്ല നമ്മളെ. അപ്പോൾ ഇതിന് ചലാസ റീജിയൻ, ചലാസൽ റീജിയൻ ഉണ്ട്, ഇവിടെ മൈക്രോഫൈല റീജിയൻ. അപ്പോൾ കുറച്ച് 2 മെയിൽ ഗാമേറ്റ്സ് ഉണ്ട് എന്നല്ലേ പറഞ്ഞത് നമ്മളിവിടെ. എന്താ പറയുക, അതാ 2 മെയിൽ ഗാമേറ്റ്സ് ഉണ്ട്. അപ്പോൾ ബിഗിനിങ്, അപ്പോൾ ഓരോന്ന് റീച്ചിങ് ദ ഓവറി എൻ്റെ ഒവ്യൂൾ ത്രൂ എന്താണ്, ഒന്ന് മൈക്രോഫൈൽ, വൺ ഓഫ് ദം എൻട്രച്ച് സൈനർജിഡ്സ് ഫിലിഫോം അപ്പാറ്റസ്. അപ്പോൾ ഒരാൾ എന്താ പറയുക ചലാസലിൽ, ഒരാൾ മൈക്രോഫൈൽ റീജിയനിലൂടെ എത്തുന്നു. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏതാ ഡിസ്കസ് ചെയ്യണം. പോളൻ എന്താ പറയുക പിസ്റ്റൽ ഇൻട്രാക്ഷൻ. ക്ലിയർ അല്ലടാ? റെഡി. ഇനി നോക്ക് നിങ്ങൾ, ജസ്റ്റ് പോളൻ ഗ്രെയിൻസ് ജെർമിനേറ്റിംഗ് ഓൺ സ്റ്റിഗ്മ, പോളൻ ട്യൂബ്സ് ഗ്രോയിങ് ത്രൂ സ്റ്റൈൽ സ്റ്റിഗ്മ, അതിൻ്റെ കാര്യങ്ങൾ. ജെർമിനേറ്റിങ്ങിൻ്റെ ഒരു പ്രോസസ്സാണ്. പിന്നെ നിങ്ങൾക്ക് ലോഞ്ചിറ്റ്യൂണൽ സെക്ഷൻ ഓഫ് ഫ്ലവറിൻ്റെ ഇങ്ങനെ കാണിക്കുന്ന രീതിയാണ് കേട്ടോ. ഇതാ ഇവിടെയാണ് നമ്മുടെ എന്താ പറയുക പോളൻസ് വരുന്ന എന്താ പറയുക ഇൻട്രാക്ഷൻ നടക്കുന്നത്. പോളാർ ന്യൂക്ലിയർ മോളിലോട്ടേക്ക് എത്തുന്ന മെയിൽ ഗാമേറ്റ്സ് എത്തുന്നു. മെയിൽ ഗാമേറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ. ഡിസ്ചാർജ് ഓഫ് മെയിൽ ഗാമേറ്റ്സ് ഇൻറ്റു സൈനർജിഡ്സ് ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് സ്പേംസ് ഓൺ ഇൻറ്റു എഗ് ആൻഡ് അതർ ഇൻറ്റു സെൻട്രൽ സെല്ലിലേക്ക് എത്തുന്നത്. ഈ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അതാണ് ഇൻട്രാക്ഷൻ്റെ മേലിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം. ക്ലിയർലേ മക്കളെ? കോൺസെപ്റ്റ് ഐഡിയ കിട്ടില്ലടാ? റെഡി അല്ലടാ? ഓക്കെ. ഇനി നമുക്ക് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. സിമ്പിളാണ്. എടാ, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ചെയ്യുന്നത് എന്തിനാണ് മെയിനായിട്ട് ഈ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്തിനാണ്? ക്രോപ്പ് ഇമ്പ്രൂവ് ചെയ്യാനാണ്. ക്രോപ്പ് ഇമ്പ്രൂവ്മെൻറ്റിനാണ് മെയിൻലി നമ്മൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ചെയ്യുന്നത്. എടാ, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ ഏജൻ്റാന്ന് വിചാരിക്കാം, എന്ന് കൺസിഡർ വിചാരിക്കാം. ഇപ്പം ഞാനിപ്പോൾ ഒരു ഫ്ലവറും വേറൊരു ഫ്ലവർ തമ്മിൽ എനിക്ക് ക്രോസ് ചെയ്യിപ്പിക്കണം, അവർ തമ്മിൽ എനിക്ക് ബ്രീഡിങ് ചെയ്യണം. അപ്പോൾ എന്നാൽ എനിക്ക് നല്ലൊരു ഗാമേറ്റ്, നല്ലൊരു എന്താ പറയുക ഫ്ലവർ കിട്ടും. അതായത് ഇയാൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നല്ലൊരു ഈൽഡ് എനിക്ക് തരുന്നുണ്ട്, നല്ല ഈൽഡ് എനിക്ക് ഇഷ്ടം, നല്ലപോലെ ഈൽഡ് കിട്ടുന്നുണ്ട്, പക്ഷേ ഡിസീസ് റെസിസ്റ്റൻ്റ് അല്ല. ഓക്കെ, ഇയാളോ ഈൽഡ് മീഡിയമാണ്, പക്ഷേ ഡിസീസ് റെസിസ്റ്റൻ്റ് ആണ്. ഈൽഡ് തരുന്നുണ്ട്, ഡിസീസ് റെസിസ്റ്റൻറ്റുമാണ്. ഇവ രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഒരു ഹൈ ഈൽഡ്, ഹൈ ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള എനിക്കൊരു ക്രോപ്പിനെ കിട്ടില്ലേ? അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ചെയ്യുക? അതാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന മെത്തേഡ്. മക്കളെ ഒന്നുമില്ല, ഞാനൊരു ഫ്ലവർ എടുത്തു. ആ ഫ്ലവറിൻ്റെ എന്താണ് റിമൂവ് ചെയ്യേണ്ടത്? മക്കളെ? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണോ റിമൂവ് ചെയ്യുക? അല്ല, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് ഒക്കെ നമ്മൾ മെല്ലെ എടുത്ത് മാറ്റുക, വിത്തൗട്ട് ഡാമേജിങ് ദ ഫ്ലവർ. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് മെല്ലെ എടുത്ത് മാറ്റുക. ഓക്കെ, മാറ്റി വെച്ചു. റെഡി. എന്നിട്ട് അത് വേറെ ബാക്കിയെല്ലാ ഫ്ലവേഴ്സ് എല്ലാം കെട്ടിവെക്കുക, പ്രോപ്പറായിട്ട് ഇത് നല്ല രീതിയിൽ കെട്ടിവെക്കുക. ബാഗിങ് എന്ന് പറയും നമ്മൾ, നല്ല രീതിയിൽ കെട്ടിവെക്കുക. ഇങ്ങനെ എടുത്ത് മാറ്റുന്നത് നമ്മൾ ഇമാസ്കുലേഷൻ എന്നാ പറയുക, റിമൂവൽ ഓഫ് ആന്തർ. റെഡി അല്ല സ്റ്റാമിൻസ്. ഓക്കെ, ഓഫ് സ്റ്റാമിൻസ്. ഓക്കെ, റെഡി. അത് കെട്ടി വെച്ച് നല്ല രീതിയിൽ ടൈ വെച്ചിട്ട് അതിൻ്റെ ഇത് ടാഗ് കിട്ടും. ടാഗിൽ നമ്മളെ പേരും എന്താ പറയുക ഈ പോളിനേഷൻ അല്ല എന്താ പറയുക എപ്പോഴാണ് ഇമാസ്കുലേഷൻ ചെയ്തത്, എത്രണ്ണാണ് ഇമാസ്കുലേഷൻ ചെയ്തത്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൊടുക്കുക. എന്നിട്ട് പിന്നീട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ പോളൻ ഒരു ബ്രഷിൽ ജസ്റ്റ് പോളനാക്കിയിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക, പിന്നെ ഒന്ന് കെട്ടിവെക്കുക. പിന്നീട് നമുക്ക് അടുത്ത ദിവസത്തേക്ക് കാത്തു നോക്കാം എന്താ സംഭവിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിൽ ഉള്ളൂ.
റെഡി? ഒന്ന് സ്ലോ ആയിട്ട് സാറ് പറഞ്ഞുതരാം, ആവേശം കൂടുതലാണ്. ദ പ്രോസസ് ഓഫ് ഹൈബ്രിഡൈസേഷൻ എന്ന് നോക്കിക്കോ. മേജർ സ്റ്റെപ്സ് ഇൻവോൾവ് ഫോർ ദ ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ മെയിൻ എന്താണടാ? ക്രോസിംഗ് ആണ്. ഓക്കെ, ക്രോസിംഗ് ബിറ്റ്വീൻ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് ആയിട്ടുള്ള ക്രോസിങ് അല്ലെങ്കിൽ ജീനസ് ആയിട്ടുള്ള. റെഡി? അപ്പോൾ മേജർ സ്റ്റെപ്സ് ഇൻവോൾവ് എന്താണ് ഹൈബ്രിഡൈസേഷനിൽ? ഒന്ന്, സെലക്ഷൻ ഓഫ് പാരൻസ്. രണ്ട് തരം സെലക്ഷൻ, ഏത് നല്ല രീതിയിൽ സെലക്ഷൻ നടത്താം. മേ ബി ഓൺ ദ ബേസ് ഓഫ് ഈൽഡ് ആവാം, ഈൽഡിൻ്റെ ബേസിൽ സെലക്ട് ചെയ്യാൻ നമുക്ക്. അതേപോലെ ഡിസീസ് റെസിസ്റ്റൻസ് ആവാം, അല്ലെങ്കിൽ അഡാപ്റ്റബിലിറ്റി. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് അതിനെ സെലക്ട് ചെയ്യാം. റെഡി? പിന്നെ ഇമാസ്കുലേഷൻ ആണ് മക്കളെ, ഇമാസ്കുലേറ്റ് ചെയ്യുക. അതെന്താ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പിന്നെ ബാഗിങ്, ടാഗിങ്, പോളിനേഷൻ, ഹാർവെസ്റ്റിംഗ് ഓഫ് ഫൺ സീഡ്സ്, ഫർദർ മോർ ഹാൻഡ്ലിംഗ് ദ പ്ലാന്റ്. അടുത്ത ജനറേഷന് വേണ്ടിയിട്ട് ഹാൻഡ്ലിംഗ് ചെയ്യാം. ശ്രദ്ധിച്ചോ? നോക്ക്, ഒന്നുമില്ല, നമ്മൾ ഒരു ഫ്ലവറിൻ്റെ റിമൂവൽ ഓഫ് ആന്തേഴ്സ് ആണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. റിമൂവൽ ഓഫ് ആന്തേഴ്സ് ആണ് ഇമാസ്കുലേഷൻ. ഇനി ട്രാൻസ്ഫർ ഓഫ് പോളൻ റിമൂവൽ ചെയ്ത് പിന്നെ വേറെ ഫ്ലവറിന് പോളൻ ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മൾ വേറെ ഫ്ലവറിലേക്ക് മാറ്റിയെടുക്കുന്ന പ്രോസസ്സാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. നിങ്ങൾ ഹയർ സ്റ്റഡീസിലൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽസിനൊക്കെ ഇത് പഠിക്കാനുണ്ടാവും. +2 ലെവൽ ഉണ്ടായതോ അത് പിന്നെ ഒഴിവാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, നിങ്ങൾ ഒന്ന് വീട്ടിൽ നിന്ന് നിങ്ങൾ ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ എടുക്കാണ്ട് ഒരു ചട്ടിയിൽ ഒരു പ്ലാന്റ് ഉണ്ടാവും. ഒരു പ്ലാന്റിൽ കുറേ പൂവുണ്ടാവില്ലേ? റെഡി? അപ്പോൾ ആ പൂവിന് ഇപ്പോൾ സൊളാനം ടെർവോ ഒക്കെ മെയിനായിട്ട് നമ്മൾ ചെയ്യാം. ഓക്കെ, അതിൻ്റെ എന്താ പറയുക, സ്റ്റേമിൽസ് ഒക്കെ എടുത്ത് മാറ്റാത്ത പെട്ടെന്ന് നമുക്ക് കെട്ടി വെക്കാം കേട്ടോ. കാരണം എക്സ്റ്റേണലി വേറെ ഏജൻ്റ് ഒന്നും വന്നിട്ട് നടത്താൻ പറ്റില്ലല്ലോ. നമ്മൾ കെട്ടി വെക്കുന്നു, എന്നിട്ട് നമ്മൾ വേറൊരു പ്ലാന്റിന് അതിൻ്റെ എന്താ പറയുക പോളൻ ഗ്രെയിൻസിൻ്റെ ജസ്റ്റ് ഒന്ന് ബ്രഷ് ഇല്ലാക്കിയിട്ട് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു, എന്നിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഇതാണ് പ്രോസസ്സ് ഉള്ളൂ. Anther is removed in the bud in addition condition from a bisexual flower ആണ് anther remove ചെയ്ത്. ഇമാസ്കുലേഷൻ എന്നൊരു മെത്തേഡാണ് അത്. റെഡി? ഫീമെയിൽ ഫ്ലവർ ഈസ് ഒപ്റ്റൈൻഡ്. ഫീമെയിൽ ഫ്ലവർ മാത്രമാണ് അവിടെ ഉള്ളത്. മാസ്കുലേറ്റഡ് ഫ്ലവർ ഈസ് എൻക്ലോസ്ഡ് ഇൻ എ ബാഗ്. ഒരു ബാഗിൽ അത് ആക്കി വെച്ചു. അതിൻ്റെ നമ്മൾ പറയാം എന്താണ്? ബാഗിങ് എന്ന് പറയാം. ഒന്നുമില്ല മക്കളെ, ചട്ടിലൊരു പൂവുണ്ട്. റെഡി? ഇതുവരെ ഓക്കെ അല്ലടാ? ഇനി അതിന് കുറച്ച് ഈ ചുവപ്പൊക്കെ എന്താണ് സ്റ്റേമെൻസ് ആണെന്ന് കൺസിഡർ ചെയ്യുക. റെഡി? അപ്പോൾ ഞാൻ എന്തെടുത്ത് ഈ സ്റ്റേമെൻസ് ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇതാ ഒരു സ്ലൈഡ് ഇവിടെ ഉണ്ട്. ഞാൻ ഈ ഓരോ സ്റ്റേമെൻസ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ സ്ലൈഡിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. റെഡി? ഞാൻ എല്ലാം കട്ട് ചെയ്ത് അതിനെ സ്റ്റേമെൻസ് എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്തായി? സ്റ്റേമെൻസ് ഫ്രീ ആയി. ഓക്കെ, ഇതിനെന്തുണ്ട് മക്കളെ? ഇപ്പോൾ സ്റ്റേമെൻസ് ഇല്ല. അപ്പം ഞാൻ ഇതെന്ത് ചെയ്തു? വേറെ എന്തെങ്കിലും പെട്ടെന്ന് വേറെ പോളിനേഷൻ നടക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ബാഗിങ് ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ ഒരു ബാഗിൽ ഇത് ഇവിടെ കെട്ടി വെച്ചു. ഇങ്ങനെ കെട്ടി വെച്ചിട്ട് അവിടെ ഇങ്ങനെ ടാഗ് ചെയ്ത് എൻ്റെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് ഞാൻ ആ പോളിനേഷൻ ചെയ്തത്. ഇത് 2-3 ദിവസത്തേക്ക് കാത്തു നിൽക്കണോ? വേണ്ട. ഒരു ദിവസത്തേക്ക് കാത്തു നിൽക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുക്കുക. ഒരു പ്ലാന്റിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് ഇങ്ങനെ ഉണ്ടാവും. അതിങ്ങനെ ഒരു ബ്രഷിലാക്കിയിട്ട് ഇങ്ങനെ നിങ്ങൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് തൊട്ടുക. എന്നിട്ട് നിങ്ങൾ ഇത് റിമൂവ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നു നിങ്ങൾ. ഓക്കെ, ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കത് പുതിയൊരു പ്ലാന്റായിട്ട് മാറുന്നുണ്ട്. പുതിയൊരു ഹൈബ്രിഡായിട്ട് പുതിയൊരു ഓഫ്സ്പ്രിങ് നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇതാണ് മക്കളെ. എന്നിട്ട് മെച്യൂർ ആൻഡ് വാരിയബിൾ പോളൻ ഗ്രെയിൻസ് ആർ കളക്റ്റഡ് ഫ്രം എ മെയിൽ പ്ലാന്റിന്. പോളൻ ഗ്രെയിൻസ് മെയിൽ പ്ലാന്റിലല്ലേ കിട്ടുള്ളൂ. ഓക്കെ, ദെൻ ഓപ്പൺ ദ പോളൻ ഗ്രെയിൻസ് ആൻഡ് ടെസ്റ്റ് അറൗണ്ട് സ്റ്റിഗ്മയിൽ അത് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യും. ഞാൻ പറയാം ടെസ്റ്റിംഗ് എന്നാണ്. റെഡി? ദെൻ ബാഗ് ഈസ് റീപ്ലേസ്ഡ് ഇമ്മീഡിയറ്റ്ലി ആൻഡ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ടേക്സ് പ്ലേസ്. ഇവിടെയാണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടക്കുന്നത്. കോൺസെപ്റ്റ് സിമ്പിളാണ്, ഇത്രയും സിമ്പിളാണ്. റെഡി? അപ്പോൾ എന്താണ്? സെലക്ഷൻ ഓഫ് പാരന്റ്, ഇമാസ്കുലേഷൻ, ബാഗിങ്, ടാഗിങ് അല്ലേ, പോളിനേഷൻ, പിന്നെ വെയിറ്റിംഗ് ഫോർ F1 ജനറേഷൻ കാര്യങ്ങൾ. റെഡി? ഇതാ മെയിനായിട്ട് പോളൻ ഗ്രെയിൻസിൽ നടക്കുന്ന കലാപരിപാടികൾ. മൈക്രോഫിൽ സ്പേം ന്യൂക്ലിയ ഇതിങ്ങനെ നമ്മൾ ഇതിലൂടെ ഇങ്ങനെ പോവും. ജസ്റ്റ് ഇവിടെ എത്തി ഇവിടുന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. റെഡി? സിമ്പിൾ കോൺസെപ്റ്റാണ്. മെയിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സ്റ്റിഗ്മ, പോളൻ ഗ്രെയിൻ, പോളൻ ട്യൂബിൻ്റെ കേസിലൊക്കെ. ഓക്കെ അല്ലേ മക്കളെ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ്, രണ്ട് പോളൻ ന്യൂക്ലിയസ്, സ്റ്റിഗ്മ, പോളൻ ഗ്രെയിൻ ഇതാണ് പോളൻ ട്യൂബ് കേട്ടോ.
പോളൻ ട്യൂബിലൂടെ ഇങ്ങനെ പോയി 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 ഇവിടെ സ്പേം സെൽ ഉണ്ടാവും. ട്യൂബ് സെല്ലിലൂടെ ഇങ്ങനെ പോയി ഇവിടെ നിന്നാണ് അത് എന്താ പറയുക മെയ്റ്റ് ചെയ്യുക, ഫെർട്ടിലൈസേഷൻ നടക്കുക. ഫെർട്ടിലൈസേഷൻ, ഫ്യൂഷനാണ് ബെറ്റർ ടേം, ഫ്യൂഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ടാണ് അത് പുതിയൊരു എന്താ പറയുക ജെർമിനേഷൻ അവിടെ നടന്നൊരു പ്രോസസ്സായിട്ട് ഫെർട്ടിലൈസേഷൻ ഗിവിങ് ബർത്ത് ടു എ ന്യൂ ഓഫ്സ്പ്രിങ്, പുതിയൊരു പ്ലാന്റിന് ബർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളതായിരുന്നു. സോ ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ. കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അത്രയും സിമ്പിളായിട്ടുള്ള ടോപ്പിക്സ് ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ടാണ് നമ്മൾ അതിൻ്റെ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. ഓക്കെ, പ്രീ കഴിഞ്ഞു, ഇനി പോസ്റ്റല്ലേ നമുക്ക് വേണ്ട. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ തോന്നും, അത് നമുക്കിനി ഡിസ്കസ് ചെയ്യണം. റെഡിയല്ലേ മക്കളെ? അപ്പോൾ ഇത്രയും കോൺസെപ്റ്റ് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് വരിക, നോട്ട് ഡൗൺ ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ സെഷൻ. ദാറ്റ്സ് ഇറ്റ് ഡിയർ സ്റ്റുഡൻസ്. സ്റ്റഡി വെൽ. ഓക്കെ, താങ്ക് യു.